ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയെ വിളിച്ച് പവിത്രമുള്ള ഏഷണി എന്നാണ് എല്ലാം പറഞ്ഞു കൊടുത്തു. സങ്കടപ്പെട്ട് ഫോൺ വെച്ച് കഴിഞ്ഞ പിങ്കിയുടെ മനസ്സുകൊണ്ട് ഒരു വശത്ത് ഗൗതമേട്ടൻ, മറുവശത്ത് അർജുനേട്ടൻ, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ആഗ്രഹങ്ങൾ. അതിനൊക്കെയുള്ള ശിക്ഷയാണെന്ന് കരുതിയാൽ മതി പിങ്കി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ പവിത്ര അവിടെ നിന്ന് ചിന്തിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം ആകെ തകർന്നിരിക്കുന്ന പിങ്കിയെയാണ് നമ്മുടെ പ്രഭുരാമൻ വന്ന് കാണുന്നത്. അദ്ദേഹം വന്ന് മകളുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടു. സങ്കടത്തോടെ വന്ന് അരികിലിരുന്ന്, എന്താ മോളെ നീ വന്നപ്പം മുതലേ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല പപ്പ എന്ന് പറഞ്ഞു. കവിള് മുഴുവനും കണ്ണീരുണങ്ങിയ പാട് മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുമോ പപ്പയെ. എന്താ മോളെ നിന്റെ സങ്കടം എന്താണെന്ന് നീ പപ്പയോട് പറ, എന്താണെന്ന് പറയുമ്പോഴും പിങ്കി ഒന്നും മിണ്ടുന്നില്ല. പപ്പയ്ക്കിപ്പം നോക്കാനും പ്രതീക്ഷിക്കാനും നിന്റെ മുഖം മാത്രമാണ് ഉള്ളത്, അത് നീ മറന്നു പോകരുതെന്നൊക്കെ പപ്പ മകളോട് പറയുന്നു. ഇതൊന്നും കേട്ടിട്ട് പിങ്കി ഒന്നും മിണ്ടുന്നില്ല. അപ്പം നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ എന്നെ ഇപ്പോൾ പവിത്ര വിളിച്ചായിരുന്നു പപ്പ. അവിടെ സുമംഗലാമ്മ അർജുൻ്റെയും നയനയുടെയും വിവാഹം തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഞെട്ടി. ഞാൻ ഇറങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്നല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. ഓർത്തിട്ട് എനിക്ക് സഹിച്ചില്ല. അപ്പം നിന്നെ സുമംഗല ഇറക്കാൻ തീരുമാനിച്ചത് തന്നെ ആ പെണ്ണിനെയും അർജുനെയും കൂട്ടി ഇങ്ങനെ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ്. അത് നീ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഒരിക്കലും ഒന്നും ഗുണം പിടിക്കില്ല മോളെ, നശിച്ച് നാരായണക്കല്ല് പിടിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം വേണ്ട പപ്പ, ശപിക്കണ്ടെന്ന് പറഞ്ഞു പിങ്കി. ശപിക്കണ്ടെന്നോ? എൻ്റെ ഓരോ ശ്വാസത്തിലും ഞാൻ ശപിക്കും, ഭസ്മമായി പോകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? ഒന്നും വേണ്ട പപ്പ എന്ന് പിങ്കി. അതൊക്കെ കേട്ട് പ്രഭുരാമനാകെ സങ്കടപ്പെട്ടിരിക്കുക. പപ്പേ, ഞാൻ എന്തായാലും ഭക്ഷണം എടുത്തു വയ്ക്കാം. ഈ കാര്യം സംസാരിച്ചാലേ നമ്മുടെ രണ്ടുപേരുടെയും മനസ്സമാധാനം പോകും, അത്രോളൂ മിച്ചം എന്ന് പറഞ്ഞ് പിങ്കി ഭക്ഷണം എടുത്തു വയ്ക്കാനായിട്ട് അങ്ങ് പോണു. പപ്പയോട് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് മകളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? പപ്പ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ പിങ്കിയുടെ ബാഗിലെ സ്വർണം പപ്പയുടെ കണ്ണിൽ പെടുന്നത്. അദ്ദേഹം ഓടി വന്നു, ബാഗ് എടുത്ത് നോക്കി. അപ്പോൾ ആ ഒരു അതിനകത്തിരിക്കുന്നത് കണ്ടു. അപ്പോഴാണ് സുമംഗല പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചത്. സ്വർണം മോഷ്ടിച്ചതിനെ പറ്റി അങ്ങനെ സുമംഗല പറഞ്ഞെല്ലാം ആലോചിക്കുന്നു. ആ ഒരു നേരത്തെ ഇദ്ദേഹം ആകെ ടെൻഷനായി. ദൈവമേ, ഇത് ആ സ്വർണം തന്നെയാണല്ലോ എന്നുള്ളൊരിത്. പിങ്കി നേരം ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി പപ്പയ്ക്കുള്ള ഫുഡ് എടുത്ത് വെക്കുമായിരുന്നു. ഈ സമയത്ത് പപ്പ പിങ്കിയുടെ മുന്നിൽ കുറച്ച് സ്വർണം കൊണ്ടുവന്ന് അങ്ങ് വെച്ചു. ഇത് കണ്ടപ്പോൾ എന്താ പപ്പ ഇത് എന്ന് ചോദിച്ചു പിങ്കി. അത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്, എന്താ ഇത് എന്ന്. അപ്പോൾ അതിന് പപ്പ കൊണ്ടുവന്നത് എന്താണെന്ന് ഞാനെങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചപ്പം പിങ്കി, ഇത് നിന്റെ ബാഗിലിരുന്ന് കിട്ടിയതാണെന്ന് പ്രഭുരാമൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബാഗിലോ? എന്താ ഇത്? ആഭരണങ്ങളാണെന്ന് പറയുമ്പോൾ പിങ്കി നടുങ്ങി. പിങ്കി ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇതെടുത്തു അഴിച്ചു നോക്കി. സ്വർണാഭരണങ്ങളാണിതെന്ന് പറഞ്ഞു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അരുന്ധതി അമ്മയുടെ കാണാതെ പോയി എന്ന് പറയുന്ന സ്വർണാഭരണങ്ങളാണിതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പപ്പ വെറുതെ ഓരോന്ന് പറയായിരുന്നു. പിങ്കി പറയുമ്പം വെറുതെയോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഓരോന്നെടുത്ത് അവിടെ ഇങ്ങനെ ഇട്ടു കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഒന്ന് വല്ലാതെ ആയിട്ടോ. ശരിയാണ്, ഇതാ ആഭരണങ്ങൾ തന്നെയാണ് പപ്പ, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം നിന്റെ ബാഗിലിരുന്ന് കിട്ടിയതാ ഇത് നിന്റെ കയ്യിൽ ഉണ്ടോ എന്നറിയാനാണ് അർജുൻ ഇവിടെ വന്നത്. ഇത് നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് സുമംഗല എന്നെ വിളിച്ചതെന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ പപ്പ, ഞാൻ എന്തൊക്കെയാ പറയുന്നേ? ഇത് ഞാൻ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ എന്ന് പിങ്കി ഇങ്ങനെ അന്നേരം പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല മോളെ. പക്ഷേ പക്ഷേ? എനിക്കറിയില്ല പപ്പ, സത്യമായിട്ടും എനിക്കറിയില്ല ഇത് എങ്ങനെ എൻ്റെ ബാഗിൽ വന്നതെന്ന്. പക്ഷേ മോളെ, എല്ലാവരും പറയുന്നത് ഇത് നീ മോഷ്ടിച്ചു എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ മനഃപൂർവ്വം ഇത് ആരെങ്കിലും എൻ്റെ ബാഗിൽ വെച്ചതായിരിക്കുമോ പപ്പ എന്നെ പ്രതിയാക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പം അതെ, അത് തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പപ്പ, അർജുനൊന്ന് വന്നപ്പോൾ പറയാൻ ശ്രമിച്ചത് ഇത് തന്നെയായിരിക്കില്ലേ എന്ന് ചോദിച്ചു പിങ്കി പപ്പയോട്. അപ്പോൾ യെസ്, അത് തന്നെയാണ്, ഇതിന് തന്നെ അർജുൻ വന്നത്. നിന്നെ ആരോ ട്രാപ്പിൽ പെടുത്തി എന്ന് അറിയിക്കാനാണെന്നുള്ള കാര്യം പപ്പ മകളോട് പറയുന്നു. നിന്റെ ബാഗിൽ ഈ ആഭരണങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിങ്കിക്ക് കുറ്റബോധമായി. അപ്പോഴിതെല്ലാം ചെയ്തല്ലോ. നീ ചെയ്യാത്ത തെറ്റിന് നീ ബലിയാടാകാതിരിക്കാനാണ് പപ്പ വന്നതെന്ന് പപ്പ പറയുക. അത് ഈ നിമിഷം എനിക്ക് ബോധ്യമായി എന്നും പപ്പ മകളോട് പറയുന്നു. അത് കേട്ട് പിങ്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അത് പലവട്ടം പറയാൻ ശ്രമിച്ചിട്ടും അതിന് ഞാൻ അവനതിന് അവസരം കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞിട്ട് പപ്പ ഇങ്ങനെ തൻ്റെ തെറ്റുകൾ ഏറ്റു പറയുകയാണേ.
പകരം ആ മനസ്സിൽ ഞാൻ ക്രൂരമായ വേദനകളാണ് ഉണ്ടാക്കിയത്. അവസാനം ഇവിടെ നാട്ടിൽ ഇറക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പപ്പ ഇങ്ങനെ ദുഃഖപ്പെടുന്നു. അപ്പോൾ അതും ബന്ധങ്ങളിൽ വിശ്വസിക്കുന്ന, മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഈ ഞാൻ പ്രൊഫസർ പ്രഭുരാമനെന്നും പറഞ്ഞുകൊണ്ട് സ്വയം അവിടെ നിന്ന് ഇങ്ങനെ തെറ്റുകളേറ്റ് പറഞ്ഞിങ്ങനെ സ്വയം ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാവുകയാണ് അദ്ദേഹം. പിങ്കി അതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുക. ഞാൻ അവനോട് ചെയ്ത മഹാപാപത്തിന് എന്തു പ്രതിവിധിയാണ് പിങ്കി ഉള്ളത് എന്നും അദ്ദേഹം പിങ്കിയോട് ചോദിക്കുന്നു. ഈ പാപ്പയ്ക്ക് ഇനി എന്താ ചെയ്യാൻ കഴിയാന്നൊക്കെ ചോദിച്ചപ്പം പപ്പ അറിഞ്ഞുകൊണ്ടല്ലല്ലോ അങ്ങനെ ചെയ്തത്, അപ്പം അറിയാൻ ഞാൻ ശ്രമിച്ചില്ല, അതാണ് മോളെ ശരിയെന്ന് പപ്പ പിങ്കിയോട് പറയണം. ഞാനാ തെറ്റുകാരി, പപ്പയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് ഞാനാണെന്നും പറഞ്ഞു പിങ്കി. ആ ആഭരണങ്ങൾ കാണാതെ പോയത് എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടാ അർജുൻ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തത്. ഞാൻ അതിന് ചെവി കൊടുത്തില്ലല്ലോ. അന്ന് ആ ബാഗിൽ നിന്ന്, അല്ലെങ്കിൽ ആ ബാഗ് ഒന്ന് തുറന്നു നോക്കാൻ അർജുൻ കാണിച്ച ആ ഒരു റിക്വസ്റ്റിന് പുല്ലുവിലയാണ് ഞാൻ കൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു പിങ്കി ഇവിടെ നിന്ന്. അതൊന്നും നമ്മൾ തുറന്നു നോക്കേണ്ടതായിരുന്നല്ലേ പപ്പ. അപ്പം അതെ മോളെ, അവിടെ കൊണ്ട് എല്ലാം ഒരു പക്ഷെ അവസാനിച്ചേനെ, പക്ഷെ നമ്മളത് ചെയ്തില്ല. ഇനിയിപ്പോൾ ഇന്ത്യവരംകാർക്ക് മുന്നിൽ നീ കള്ളിയായിരിക്കുക, തൊണ്ടി മുതൽ സഹിതം എന്ന് പറയുമ്പോഴത്തേക്കും പപ്പ ആരായിരിക്കും പപ്പ അതെൻ്റെ ബാഗിൽ ഒളിപ്പിച്ചത് എന്നിങ്ങനെ പിങ്കി ചോദിക്കുക. എന്നെ കള്ളിയാക്കാൻ എത്ര പണിപ്പെട്ടത്. അപ്പം നിന്നെയും അർജുനെയും എന്നേക്കുമായി അകറ്റാൻ ആഗ്രഹിക്കുന്ന ആരോ ആണ് എന്നുള്ള കാര്യം അന്നേരം പറഞ്ഞു അച്ഛൻ മകളോട്. നിന്നെ ആ കുടുംബത്തിൽ നിന്നും പുറത്താക്കണമെന്ന് മോഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അതാരാണെന്ന് എനിക്ക് കണ്ടെത്തണം പപ്പ. ഞാനത് കണ്ടെത്തിയിരിക്കുമെന്ന് നമ്മുടെ പിങ്കി പറഞ്ഞപ്പോൾ ആദ്യം ഈ ആഭരണങ്ങൾ അവിടെ തിരിച്ചെത്തിക്കുകയാണ് വേണ്ടത്. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ തന്നെ പ്രതിയാവില്ലേ, കള്ളിയാവില്ലേ എന്ന് ചോദിച്ചു. പിടിക്കപ്പെടുന്നായപ്പോൾ തിരിച്ചു കൊടുത്തു എന്നല്ലേ അവർ പറയുകയുള്ളൂ എന്ന് പിങ്കി പപ്പയോട് ചോദിക്കാം. അപ്പോൾ ഇല്ല മോളെ, ഞാൻ നാളെ തന്നെ നേരിട്ട് അവിടെ പോയിക്കോളാം. ഇരുതല മൂർച്ചുള്ള വാളാണ് ഇത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള സത്യം കണ്ടെത്തണമെന്നുള്ള ആവശ്യവുമായി ഞാൻ അവിടെ പോകുമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ പപ്പ പിങ്കിയോട് പറയാം. രണ്ടും കൽപ്പിച്ച് പ്രഭുരാമൻ അത് തീരുമാനിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ ഇന്ത്യവരെ കാണിക്കുന്നത്. അരുന്ധതി അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് ലക്ഷ്മി ചായ കൊണ്ട് കൊടുത്തു. എനിക്കെങ്ങും വേണ്ട, ആരെങ്കിലും കുടിക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ ഒഴിക്കുക എന്താണെന്ന് വെച്ച് ചെയ്യാനൊക്കെ പറഞ്ഞു. മനുഷ്യനോട് മനസ്സിന് തീ പിടിച്ചിരിക്കുമ്പോഴാണ് ഒരു ചായ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കഷ്ടമുണ്ട് കേട്ടോ ഏട്ടത്തി, ഞാനിത് തെറ്റാ ചെയ്തതെന്ന് അരുന്ധതിയോട് ലക്ഷ്മി. അപ്പോൾ നീയും കണക്കോ, എല്ലാവരും കണക്കാ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് അരുന്ധതി ഇരിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗൗതവും അതുപോലെ നന്ദയും അങ്ങോട്ടേക്ക് വരുന്നു. വല്യമ്മയെന്ന് പറഞ്ഞു വിളിച്ചപ്പം വന്നല്ലോ വലിയ IPS-കാരൻ, നിന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോടാന്ന് ചോദിച്ചപ്പം കാര്യം പറ വല്യമ്മേ, ഇങ്ങനെ മൊത്തത്തിൽ പറയാതെ. എന്താ അമ്മയെ, എന്താ വല്യമ്മയ്ക്ക് പറ്റിയതെന്ന് നന്ദയും ചോദിച്ചു. അപ്പം എനിക്കൊന്നും അറിയില്ല എൻ്റെ പൊന്നുമോളെ, രാവിലെ ഒരു ചായ ഏട്ടത്തിക്ക് ആദ്യം കൊടുക്കാമെന്നും കരുതി ഞാൻ വന്നതാ. ഇതിപ്പോൾ തലവഴി ഒഴിക്കാനാണ് എന്നോട് പറയുന്നതെന്ന് ലക്ഷ്മി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അതെന്താ അങ്ങനെയെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നോക്കുക. അപ്പം എങ്ങനെ ഞാൻ പറയാതിരിക്കും, എൻ്റെ ആമാടപ്പെട്ടിയിലിരുന്ന ആഭരണങ്ങളൊക്കെ പോയിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചു. ആർക്കും ഇല്ല ഇവിടെ ഒരു ചൂടും ശുഷ്കാന്തിയും ഒന്നും. അപ്പം മനഃപൂർവ്വം അല്ല, തിരിച്ചു കിട്ടാൻ എല്ലാവരും പരമാവധി നോക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഉണ്ട്, കുറേ നോക്കുന്നുണ്ട്, അതെനിക്കറിയാം. ഇന്ന് വെളുപ്പിന് ഞാൻ സ്വപ്നത്തിൽ മഹാദേവേട്ടൻ്റെ അമ്മയെ കണ്ടു, എന്നോട് വന്ന് സ്വർണം ആവശ്യപ്പെടുമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ സുമംഗല അങ്ങോട്ടേക്ക് വരുന്നത് കേൾക്കുന്നത്. എന്നെ ഈ അവസ്ഥയിലാക്കിയില്ലേ അരുന്ധതി നീ എന്ന് ചോദിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ തൻ്റെ സ്വപ്നം കണ്ടതും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. അപ്പോൾ ശരിക്കും അമ്മയുടെ മനസ്സ് നോവുന്നുണ്ട്. ഒരു കാര്യം എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഇവരെല്ലാവരും കൂടെ പറയുമ്പോൾ സുമംഗല ഇങ്ങനെ ചെവിയോർത്ത് നിൽക്കാം. ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ഞെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. നയനയ്ക്ക് ടെൻഷനായി. അപ്പോൾ വല്യമ്മേ പരാതി കൊടുക്കാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവർക്കും പ്രശ്നമാണെന്ന് ഗൗതം പറയുമ്പോൾ ആയിക്കോട്ടെ, അതിന് എനിക്കെന്താ, ഇതിപ്പോൾ ഞാൻ തന്നെയല്ലേ എല്ലാം സഹിക്കുന്നത്, എല്ലാവരും അറിയട്ടെ എൻ്റെ വിഷമവും വേദനയും എത്രത്തോളമാണെന്ന്. അങ്ങനെ വന്നാലേ പഠിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് പ്രഭുരാമൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അകത്തേക്ക് വരാവോ? അപ്പോൾ വരൂ അങ്കിൾ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ. അപ്പോൾ പ്രൊഫസർ കയറി വരാൻ പറഞ്ഞ് ആ ഒരു നമ്മുടെ അരുന്ധതിയും പറഞ്ഞു. അപ്പോൾ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു സംഗതി ഞാനിവിടെ ഏൽപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഗതിയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പ്രഭുരാമൻ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെടുത്ത് ഇവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത് എൻ്റെ കാണാതെ പോയ ആഭരണങ്ങളല്ലേ, ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവുക. അപ്പം പിങ്കിയുടെ ബാഗിൽ നിന്നാണ് എന്ന് പ്രഭുരാമൻ പറഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഞെട്ടുക കേട്ടോ.
എല്ലാവരും ഞെട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നു. ഞാനിതിവിടെ കൊണ്ടുവന്ന് തന്നതുകൊണ്ട് നിങ്ങളാരും എൻ്റെ മകളെ കുറ്റക്കാരിയായിട്ട് കാണരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പ്രഭുരാമൻ പറഞ്ഞപ്പോൾ, ഇല്ല സത്യഭാമിയായോ സാവിത്രിയായോ കാണാമെന്നും പറഞ്ഞുകൊണ്ട് സുമംഗല പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുകയാണ് സുമംഗല. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞതിന് ഫലം ഉണ്ടായല്ലേ? പിടിക്കപ്പെടുമെന്ന് പേടിയായപ്പോൾ മകള് തന്നെ അടിച്ചു മാറ്റിയ സ്വർണം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയച്ചല്ലേ എന്ന് പറഞ്ഞപ്പോൾ മിണ്ടരുതെന്നും പറഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തുവാണ് ആ സമയത്ത് നമ്മുടെ പ്രഭുരാമൻ. അരുന്ധതിയമ്മ നേരും നെറിയുള്ളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാനിതിവിടെ കൊണ്ടുവന്നതെന്ന് പ്രഭുരാമൻ അന്നേരം പറഞ്ഞു. സുമംഗലൻ നേരം പിന്നെയെന്ന് പറഞ്ഞു നിൽക്കുക കേട്ടോ. അല്ലെങ്കിലേ ഇതുവരെ കായലിലോ പുഴയിലോ ഞാൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞേനെന്നും അദ്ദേഹം പറയുവാണേ. അപ്പം എല്ലാവരും നോക്കുക. അപ്പം അങ്ങളെ എന്താ സംഭവിച്ചത്, എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചു. അർജുൻ വീട്ടിൽ വന്ന് പറഞ്ഞത് ആ ബാഗിൽ നോക്കാനായിട്ട്. ഞാനും പിങ്കിയും അത് വലിയ ഇൻസൾട്ടായിട്ടാണ് കണ്ടത്. അർജുനെ അപമാനിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. പക്ഷേ യാദൃശികമായിട്ട് ഇത് കാണാനിടയായി. എൻ്റെ മോൾക്കോ എനിക്കോ ഇത് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു തിരിച്ചു തരവ് ഉണ്ടാകുമായിരുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായി എന്ന് അരുന്ധതി പറയുക. പക്ഷേ ഇത് അവളുടെ ബാഗിൽ വന്നെങ്കിൽ അതിനർത്ഥം ആരോ മനഃപൂർവ്വം പിങ്കിയെ ട്രാപ്പിൽ പെടുത്താൻ ഇത് ചെയ്തു എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന നിന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എനിക്ക് വെപ്രാളം കയറി, ഭയങ്കരമായിട്ട് ഇതായി. ഇപ്പം നന്ദ ഇങ്ങനെ മൊത്തത്തിൽ നോക്കി നിൽക്കുവാണ്. അതാരായാലും ഈ വീട്ടിലുള്ളവർ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോഴും നമ്മുടെ നയന ടെൻഷൻ അടിക്കുക. സമയത്ത് സുമംഗൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സാധ്യത ആദ്യം ചൂണ്ടിക്കാണിച്ച് തന്നത് അർജുന. അയാളോട് ഒരു നന്ദി പറഞ്ഞേക്കാനും പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ പ്രഭുരാമൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടവുകൾ 18 എന്നൊക്കെ കേട്ടിട്ടുണ്ട്, 19ാമത്തെ അടവ് ഇതാണെന്ന് പറഞ്ഞു സുമംഗല. ഷോ നിർത്ത് സുമംഗലയെന്ന് അരുന്ധതി അന്നേരം പറഞ്ഞു. നന്ദയ്ക്കും ആകെ വിഷമമായിട്ടോ. അപ്പം നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പോട്ടെ അരുന്ധതി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭുരാമൻ ഇറങ്ങാൻ തുടങ്ങുക. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ മോളെ ചതിക്കാൻ നോക്കിയവർ ഇനി നിങ്ങളെയും ചതിക്കും, അത് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി പ്രഭുരാമൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇതൊന്നും വിശ്വസിക്കാതെ എൻ്റെ ഏട്ടത്തി ഇത് ഒന്നാന്തരം നാടകമാണെന്ന് പറഞ്ഞു സുമംഗല. അപ്പം എന്തിനാ ഇനി നാടകം? എൻ്റെ മുതൽ എനിക്ക് തിരിച്ചു കിട്ടി, അവരാ അത് തന്നത്. ഇനി എന്ത് ലാഭത്തിനാ അവരിവിടെ വന്ന് നാടകം കളിക്കുന്നത് എന്ന് അരുന്ധതി ചോദിക്കുക അവിടെ ഇരുന്ന്. എന്നാലും ഏട്ടത്തി അതായിരിക്കും പിങ്കി മോളുടെ ബാഗിൽ തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോയി വെച്ചത്? ലക്ഷ്മി ചോദിക്കുക. അപ്പോഴത്തേക്കും നയന അവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുകയാണ്. ഈ സമയത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ നയനയെ നോക്കുന്നുണ്ട്. നയനയാണെങ്കിൽ വെപ്രാളം കയറി അവിടെ നിന്ന് ഒരൊറ്റ പോക്കും പോയി. അപ്പോൾ നന്ദ അത് ശ്രദ്ധിച്ചു. ഈ സമയത്ത് എന്തായാലും അരുന്ധതി വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദയെയും ഗൗതത്തിനെയും ആണ്. അപ്പോൾ അവർ രണ്ടുപേരും, അതായത് പിങ്കിയും പിങ്കിയുടെ അച്ഛനും മനസ്സിനുണ്ടായിരുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് അർജുനെ അപമാനിച്ച് വിട്ടതെന്നൊക്കെയുള്ളവരും പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇത്ര മനസ്സിലാക്കാൻ എന്താ, പിങ്കി ഒരു കാരണവശാലും മോഷണം നടത്തില്ല എന്ന് നമുക്ക് ഉറപ്പില്ലേ എന്ന് ചോദിച്ചപ്പം നന്ദ അപ്പോൾ കൃത്യം അവളുടെ ബാഗിൽ സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്രൈം തന്നെ നടന്നിരിക്കുന്നത്. സമർത്ഥനായ ഒരു മോഷ്ടാവിൻ്റെ കൈകളാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. സാധാരണ വീടുകളിൽ പുറത്തുനിന്ന് കള്ളൻ കയറാത്ത സാഹചര്യങ്ങളിൽ മോഷണങ്ങൾ മിക്കതും യാദർശികത കൂടി കാരണമാകുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾക്കായി നടത്തുന്ന തീർത്തും അൺപ്രൊഫഷണലായ കവർച്ചകളാണ്. ഇവിടെ പക്ഷേ മോഷ്ടാവ് വളരെ വിദഗ്ധമായി മറ്റൊരിടത്ത് തൊണ്ടി മുതൽ ഒളിപ്പിച്ചു വെച്ചു. അത് തിരിച്ചു കിട്ടിയിട്ട് പോലും മോഷ്ടാവിലേക്ക് നീളുന്ന ഒരു തെളിവ് പോലും ബാക്കിയാവുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും സമർത്ഥനായ ഒരു മോഷ്ടാവ് ഇന്ത്യ വരത്തിൽ തന്നെ ഉണ്ടെന്നല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പം, അതെ, ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഗൗതം സാറിനോട് സംസാരിച്ചതല്ലേ, അന്ന് വേണ്ടത്ര തെളിവുകളില്ലാതെ ആരെയും സംശയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് നന്ദ ഗൗതത്തിനോട് ഇങ്ങനെ പറയുന്നു. പക്ഷേ എനിക്ക് അന്നേ അറിയാമായിരുന്നു ഇത് ചെയ്തത് ആരാണ് എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ, യു മീൻ നയന? അപ്പോൾ അതെ എന്ന് നമ്മുടെ നന്ദ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഗൗതത്തിന് മുന്നിൽ നന്ദ എല്ലാം തുറന്നു പറയുക. അപ്പോൾ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണ് എന്നുള്ള സാമാന്യ ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി സാർ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല സാർ, പിങ്കി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നയനയാണെന്നുള്ള കാര്യം നന്ദ പറഞ്ഞു. അതിനാണ് അവൾ അർജുനോടുള്ള ഈ ഇഷ്ടം വെല്ലുവിളിയായിട്ട് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ മോഷണവും ട്വിസ്റ്റ് ചെയ്ത് പിങ്കിയുടെ തലയിൽ കൊണ്ടുപോയി വെച്ചതാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദ അന്നേരം ഗൗതത്തിനോട് പറയാം. സാറിന് ഓർമ്മയുണ്ടോ, അന്ന് കൂടിയാലോചന നടന്നപ്പോൾ നയന ഉറപ്പിച്ച് പറഞ്ഞത് പിങ്കിയുടെ ബാഗിലായിരുന്നു പരിശോധിക്കേണ്ടതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സാറ് ശ്രദ്ധിച്ചില്ലേ?
അപ്പോൾ നമ്മുടെ ഗൗതം ശരിയാ, അന്ന് അവൾ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയാണ്. അന്ന് നയന കിടന്ന് വലിയ ഷോ ഇറക്കിയത്. ഞാൻ കരുതിയത് ഈ വീട്ടിൽ നടന്ന മോഷണത്തിന് ആ കുട്ടിയെ വെറുതെ സംശയിച്ചു, അല്ലെങ്കിൽ ബാഗു പരിശോധിച്ചു, ആർക്കാണെങ്കിലും ഒരു അപമാനമൊക്കെ തോന്നില്ലേ എന്നുള്ളതാണെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. അതുകൊണ്ട് പിങ്കിയുടെ പേര് കോട്ട് ചെയ്ത് ജാള്യത മറയ്ക്കാൻ ശ്രമിച്ചതാണെന്നുള്ളതാണെന്ന് പറഞ്ഞപ്പം അത് സാറിൻ്റെ മനസ്സിൽ നയനയെക്കുറിച്ച് പഴയ കളിക്കൂട്ടുകാരിയുടെ ആ ഒരു ഇമേജ് കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഒന്ന് സാർ ഓർത്തു നോക്കിക്കേ, നിങ്ങൾ ആ പഴയ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും നയന ഗൗതം സാറിനോട് മിണ്ടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതവൾക്ക് പണ്ടേ താല്പര്യം അർജുനോടായിരുന്നു, അതുകൊണ്ടാണെന്ന് ഗൗതം പറഞ്ഞു. എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും അല്ല തോന്നിയത്. സാർ ഇട്ടിരിക്കുന്ന കാക്കിയാണ് അവൾക്ക് ഭയം എന്നുള്ളതാണെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. ഉള്ളിൽ ക്രിമിനൽ മൈൻഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏതൊരാൾക്കും ഒരു പോലീസുകാരനോട് അത് എത്ര കടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാലും അടുപ്പം കാണിക്കാൻ ഭയം ഉണ്ടാകും സാർ എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയാം. ആ ഒരു ഭയമാണ് സാറിൽ നിന്ന് നയനയെ പിന്നോട്ട് വലിക്കുന്നത്. ഇതിപ്പോൾ വലിയ കുരുക്കായിട്ട് വരികയല്ലേ നന്ദ. അർജുനും അപ്പച്ചിയും നയനയെ ബ്ലൈൻഡായിട്ടങ്ങ് കയറി വിശ്വസിച്ചിരിക്കാം. മോഷണത്തിൽ അവൾക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ എവിഡൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ അവളെ പൂട്ടും എന്ന് ഗൗതം ചോദിച്ചപ്പോൾ ഒരു വഴിയുണ്ടെന്ന് നന്ദ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. നയനം നടന്ന വഴി മുഴുവൻ തിരിച്ചു നടക്കേണ്ട അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതങ്ങനെ മനസ്സിലായില്ല എന്ന് ഗൗതം. പിങ്കിയെ ഒഴിവാക്കാനല്ലേ ഈ കളി മുഴുവൻ അവൾ കളിച്ചത്. അപ്പോൾ അതേ പിങ്കി തന്നെ തിരിച്ചിവിടെ വരികയും വേണം. ഒരിക്കൽ വിജയിച്ച ഗെയിം പ്ലാൻ മുഴുവൻ നയന ഒന്നുകൂടി പുറത്തെടുക്കട്ടെ. നമ്മൾ അവളെ കൃത്യമായി നിരീക്ഷിച്ച് കൃത്യമായി നമുക്ക് അവളെ പിടികൂടാം സാറെന്ന് നന്ദ പറയുവാണ്. അപ്പം നയന എന്ന കള്ളിയെ പിടികൂടാൻ വേണ്ടി വലിയൊരു ദൗത്യമാണ് നമ്മുടെ നന്ദ ഏറ്റെടുക്കുന്നത്. അപ്പോൾ എല്ലാ തെളിവോടും കൂടി നമുക്ക് പിടിച്ചെടുക്കാം എന്ന് നന്ദ പറയുന്നു. അപ്പോൾ സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു പ്ലാൻ ഒരുക്കി നിൽക്കുന്നു. ഈ നിമിഷം മുതൽ നയന നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കും എന്ന് ഗൗതം പറയുക. അതുപോലെ തന്നെ പിങ്കിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പം താങ്ക് യു സർ, താങ്ക് യു ഗൗതം സാർ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് താങ്ക് യു ഒക്കെ പറഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.